ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ CPI ന്യൂസ് ആയിരുന്നു, അതേപോലെ ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്, ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനൊരു ട്രേഡ് എടുത്തു. നമ്മൾ ന്യൂസ് സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യാറില്ല. ഞാൻ കുറേ നാളായിട്ട് ഞാൻ ട്രേഡ് ചെയ്യാറില്ല. എനിക്കൊന്നും കഴിഞ്ഞ മാസം ഒരു ട്രേഡ് എടുത്ത് ന്യൂസിന് തൊട്ട് മുമ്പായിട്ട് ആ ന്യൂസ് സമയത്ത് നമ്മൾ ഹോൾഡ് ചെയ്തു, അത് പ്രോഫിറ്റ് കിട്ടി. അതേപോലെ ഇന്നലെ ഞാനൊരു ട്രേഡ് എടുത്തു, ന്യൂസ് സമയത്തിന് മുമ്പായിട്ടാണ് എടുത്തത്, പക്ഷേ നമുക്കത് പ്രോഫിറ്റ് കിട്ടി, ബ്രേക്ക് ചെയ്യാനൊന്നും അടിക്കാതെ. അതേപോലെ തന്നെ ആഫ്റ്റർ ന്യൂസിന് ശേഷം നമ്മൾ നല്ല ട്രേഡ് എടുക്കാറുണ്ട്, അതാണ് ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് തന്നെ നോക്കാം. മൺഡേ പ്രൈസ് ഓപ്പൺ ചെയ്തിട്ട് 50 മിനിറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ലൊരു ബിൽഡപ്പ് ബുള്ളിഷിലേക്ക് തന്നു. കഴിഞ്ഞ ആഴ്ച മൺഡേ ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ് ഒരു ബിയറിഷിലേക്ക് ഒരു ബിൽഡപ്പാണ് തന്നത്, എന്നാലും പ്രൈസ് ബുള്ളിഷ് തന്നെയായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതേ ബിൽഡപ്പ് പ്രൈസ് കഴിഞ്ഞ ആഴ്ച തന്നു, പക്ഷേ ഫ്രൈഡേക്ക് ആയപ്പോഴത്തേക്കും ന്യൂസ് സമയം പ്രൈസ് തിരിച്ച് കയറി വന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു ബുള്ളിഷിലേക്ക് ഒരു ബിൽഡപ്പ് തന്നിട്ട് ഈ പ്രൈസ് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്നു മൺഡേയിൽ, അവിടെ നിന്നാണ് പ്രൈസ് താഴേക്ക് ഇറങ്ങിയത്. ഈ ലോ ബോയിൽ നിന്നും ബ്രേക്ക് ചെയ്യുക, പ്രൈസ് ബുള്ളിഷാണ്. ആ പ്രൈസ് നല്ല രീതിയിൽ നമുക്ക് 50 മിനിറ്റിൽ ഇൻറ്റേണലൊക്കെ വെച്ച് സെക്ഷനിലൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ എൻട്രികളുണ്ടായിരുന്നു, എന്നാൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന നല്ല എൻട്രികളൊക്കെ ആയിരുന്നു. പ്രൈസ് അതിന് ശേഷം നമുക്ക് ഒരു 1 അവറിൻ്റെ എടുത്തു കഴിഞ്ഞപ്പോൾ സെൽ സൈഡല്ല, ഏറ്റവും കൂടുതൽ ബൈ സൈഡ് എൻട്രീസ് ആണ്. സെല്ല് നമ്മളധികം നോക്കിയൊന്നുമില്ല. സെല്ല് നോക്കിയെന്ന് പറഞ്ഞാൽ 1 അവറിൻ്റെ ഈ ഒരു ഐഡിയം എടുത്തു, എക്സ്ട്രീമിൽ വന്നു. എക്സ്ട്രീമിൽ വന്ന ആ ഒരു പൊസിഷനിൽ നിന്നാണ്, ഈ പൊസിഷൻ പല ആൾക്കാരും ട്രേഡ് ചെയ്യാനായിട്ട് മടിക്കും. ഞാനിതൊരു 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ നോക്കിയാൽ നല്ല ഒരു ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട് പ്രൈസ്, അല്ലേ? ഇതെടുക്കുക, പക്ഷേ നമ്മൾ ഓൾറെഡി പ്രൈസ് വേറെ നമുക്കൊരു എക്സ്റ്റേണൽ സ്ട്രക്ചർ ഒന്നും തരുന്നില്ല. അപ്പോൾ ഇൻറ്റേണൽ സ്ട്രക്ചറിൽ ഭാഗമായിട്ട് എടുക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ എടുത്ത ട്രേഡ് എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രീവിയസ് ലോ ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്താൽ മതി. അങ്ങനെ 1 അവറിൽ ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾറെഡി നല്ലൊരു ബിൽഡപ്പ് മൺഡേ ടു വെനസ്ഡേ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് ഞാനിവിടെ നിന്ന് എടുത്തത്. നമ്മളിവിടെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ 50 മിനിറ്റിൽ വലിയ ഇതൊന്നും അല്ല, അത് IFC ക്യാൻഡിലൊന്നും അല്ല, അത് ട്രാപ്പാണ് 50 മിനിറ്റ്. നമുക്ക് 5 മിനിറ്റ് നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് 5 മിനിറ്റിൽ പ്രൈസ് നമ്മൾക്കിതൊരു ഇവിടെയാണ് ബോഡി ബ്രേക്ക് ചെയ്ത് നമുക്ക് എടുക്കാം. നമ്മൾ അല്ലെങ്കിൽ 50 മിനിറ്റില്ല, നമുക്ക് 30 മിനിറ്റ്, ഇപ്പോൾ 1 അവർ നോക്കണതിനേക്കാൾ നല്ലത് നമുക്ക് ഇച്ചിരിയും കൂടി ചെറിയൊരു ടൈം ഫ്രെയിമാണ് 30 മിനിറ്റ്. നല്ലൊരു ക്യാൻഡിൽ തന്നെ തന്നിട്ടുണ്ട്, അല്ലേ? ബോഡി ബ്രേക്ക് ആണ് നെക്സ്റ്റ് നമുക്ക്. പക്ഷേ ഞാൻ 1 മിനിറ്റിൽ പോയിട്ടൊന്ന് റിഫൈൻ ചെയ്ത് നോക്കി, അവിടെ ചോക്ക് വിത്ത് ഐഡിയ ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് നമ്മൾ കയറി ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇത്രയും നോക്കി, 5 മിനിറ്റ് നോക്കി, 50 മിനിറ്റ് നോക്കി, 50 മിനിറ്റ് ഒന്നും കിട്ടില്ല, 5 മിനിറ്റിലുണ്ടായിരുന്നു, 30 മിനിറ്റിലുണ്ടായിരുന്നു, അതേപോലെ 1 മിനിറ്റിൽ ചോക്ക് വിത്ത് ഐഡിയ നോക്കി. 1 മിനിറ്റിൽ ഈ ഇടക്ക് തരുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ഞാൻ 1 മിനിറ്റിൽ നോക്കിയത്. നമ്മൾ എല്ലാ സെറ്റപ്പും നോക്കുക, ഏതാണ് ഏത് സമയത്താണ് വർക്കിംഗ് ആകുന്നത്, അതനുസരിച്ച് നമുക്ക് വർക്കൗട്ട് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയാണ് അത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ടാർഗറ്റ് ഈ 515 517 ആയിരുന്നു, അത് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. അതിന് നെക്സ്റ്റ് നമുക്ക് 512 ആയിരുന്നു. അതിന്നും പ്രൈസ് ഇതും ബ്രേക്ക് ചെയ്ത് പോരുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ 485 വരെ പ്രൈസ് ഈ ലോയും എടുത്തിട്ട് പ്രൈസ് തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷേ ഇവിടെ നിന്ന് തന്നെ നമുക്കത് നല്ലൊരു കൺഫർമേഷൻ കിട്ടി. ആദ്യം നമ്മൾ 5 മിനിറ്റിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ ന്യൂസാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ന്യൂസ് സമയത്ത് ഞാൻ ട്രേഡ് ചെയ്യാറില്ല. കഴിഞ്ഞ മാസം ഒരു ട്രേഡ് എടുത്തു, ഈ മാസം ഇപ്പോൾ ഇത് ഇന്നലെ എടുത്ത ട്രേഡ് നമ്മൾ ബ്രേക്ക് ഈവൻ വെച്ചിട്ടാണ് നമ്മൾ ഇത്. പക്ഷേ ബ്രേക്ക് ഈവനിലേക്ക് പ്രൈസ് കയറി വന്നില്ല. ചിലപ്പോൾ ഇതിങ്ങനെ കയറി വരാം. ന്യൂസ് ഞാൻ ട്രേഡ് ചെയ്യാറില്ല, പക്ഷേ ചില ന്യൂസുകൾ നമുക്ക് നല്ല രീതിയിൽ ന്യൂസിൻ്റെ സമയത്ത് എങ്ങോട്ട് മൂവ് ചെയ്യുമെന്ന് ടെക്നിക്കൽ പരമായിട്ട് ഉറപ്പിക്കാൻ പറ്റും. നമുക്ക് ടെക്നിക്കൽ പരമായിട്ട് മൂവ് ചെയ്യേണ്ട സമയത്ത് ചില സമയത്ത് മൂവ് ചെയ്യാറില്ല. പക്ഷേ ഈ ബിൽഡപ്പ് കണ്ടു കഴിയുമ്പോൾ തന്നെ, ഈ മാനിപ്പുലേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പ്രൈസ് ഈ നല്ല ലിക്വിഡിറ്റിയൊക്കെ എടുക്കാനുള്ള പരിപാടി. എല്ലാ ആളുകളും ഇങ്ങനെ പ്രൈസ് കയറണ കാണുമ്പോൾ വിചാരിക്കും പ്രൈസ് നല്ല ബുള്ളിഷിലേക്കാണ് മൂവ് ചെയ്യുന്നത്. കഴിഞ്ഞ ഫ്രൈഡേയിലത്തെ നോൺ ഫാം പെറോളിൻ്റെയൊക്കെ ന്യൂസ് കാണുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും ഇനിയും കയറിപ്പോകാനായിരിക്കും. CPI ന്യൂസൊക്കെ വന്നു കഴിയുമ്പോൾ പ്രൈസ് ഇവിടെ ഒന്നും പറക്കും, പുതിയ വോൾട്ടേ ഹൈ ഹിറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രഡിക്ഷൻസൊക്കെ മാർക്കറ്റിലുണ്ട്. ആ പ്രഡിക്ഷൻസൊക്കെ വെച്ച് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സൊക്കെ ഇവിടെ ബൈ ഓർഡേഴ്സ് ഇട്ട് നിൽക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ എല്ലാവരുടെയും ലിക്വിഡിറ്റിയാണ് ഈ ന്യൂസ്, CPI ന്യൂസ് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നത്. നമ്മൾ വീണ്ടും ഇവിടെ 5 മിനിറ്റിൽ 50 മിനിറ്റിലൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. ഇവിടെ 1 മിനിറ്റിൽ ആദ്യം ട്രേഡ് കയറി, ഫസ്റ്റ് ഒരെണ്ണം ടാർഗറ്റ് കിട്ടി, നെക്സ്റ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ അടിച്ചു. അതിന് ശേഷം 5 മിനിറ്റിൽ വീണ്ടും പ്രൈസ് താഴേക്ക് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. 5 മിനിറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൈസ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇത് റിയാക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്താലുള്ള സാധ്യത എന്ന് വെച്ച് ഞാൻ വലിയ റിസ്ക് ഇവിടെ വെച്ചില്ല, ചെറിയൊരു റിസ്ക് മാത്രമേ വെച്ചുള്ളൂ. പക്ഷേ അതിൽ നിന്ന് പ്രൈസ് കയറിപ്പോയി. ഫസ്റ്റ് ടാർഗറ്റ് തന്നെ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നെക്സ്റ്റ് അല്ലെങ്കിൽ ഇത് വെക്കായിരുന്നു, അല്ലെങ്കിൽ നെക്സ്റ്റ് ഈ ഹൈ വെക്കായിരുന്നു. ഇപ്പോൾ നിൽക്കുന്നത് ഓൾറെഡി ടാർഗറ്റൊക്കെ അടിച്ചു. ഇനി ഈ ഹൈ ആണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ്. ചിലപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചിലപ്പോൾ ഒരു ഓൾ ടൈം ഹൈ വരെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യാൻ നോക്കുക.
അപ്പോൾ അതേപോലെ ലോസ് ഉള്ള ആൾക്കാരോട് പറയാനുള്ള ലോസ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് സംഭവിച്ചു, അതെങ്ങനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക, മാർക്കറ്റ് എങ്ങോട്ടാണ് ആ സമയത്ത് മൂവ് ചെയ്തത്, ഇതൊക്കെ പഠിക്കുക, സ്വയം വിലയിരുത്തുക, എന്നിട്ട് ഇതേപോലെ നല്ല നല്ല ട്രേഡുകൾ എടുക്കുക.